വെൽക്കം ടു CC പ്ലസ്. അപ്പോൾ പുതിയൊരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയ മിലിറ്ററി കോളേജിൽ 8ാം ക്ലാസ് പ്രവേശനത്തിനുള്ള ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അല്ലേ. എന്നാണ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ്? സെപ്റ്റംബർ 30 ലാസ്റ്റ് ഡേറ്റ്. പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ വേർതിരിവൊന്നുമില്ല, ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഡെറാഡൂണിലെ രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജിലാണ്. അടുത്ത അധ്യയന വർഷത്തേക്കാണ്. എന്ന് വെച്ചാൽ 2025 ജൂലൈയിലാണ്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് 8ാം ക്ലാസ് മുതൽ അവിടെ പഠനം എങ്ങനെയാണ്? 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയാണ് അവിടുത്തെ പഠനം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സമയം എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? പ്രവേശന സമയം 7ാം ക്ലാസ്സിൽ പഠിക്കുകയോ അല്ലെങ്കിൽ 7ാം ക്ലാസ് ജയിച്ചിരിക്കുകയോ വേണം. പ്രായം പറയുവാണെങ്കിൽ എങ്ങനെയാ? പ്രായം 2025 ജൂലൈ 1 11:30ക്കും 13നും ഇടയിലാണ് പ്രായം. 2025 ജൂലൈ 1 11:30ക്കും അതുപോലെ 13നും ഇടയിലായിരിക്കണം ആ ഒരു പ്രായം. അതുപോലെ തന്നെ പ്രായപരിധിയിൽ ആർക്കും എന്താണ് ഇളവൊന്നുമില്ല. ഇതിന്റെ വെബ്സൈറ്റ് എങ്ങനെയാണ്? ഇതിന്റെ വെബ്സൈറ്റ് https://rimc.gov.in ഇതാണ് ഇതിന്റെ വെബ്സൈറ്റ്. ഓക്കെ. അതുപോലെ തന്നെ അപേക്ഷ തപാലിൽ എങ്ങനെയാണ്? അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും പഴയ ചോദ്യക്കടലാസും ലഭിക്കാൻ ഈ ഒരു വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യാം. എത്ര രൂപയാണ് അടയ്ക്കേണ്ടത്? 600 രൂപ. 600 രൂപ ഓൺലൈനായിട്ട് അടയ്ക്കണം. അതുപോലെ തന്നെ പട്ടികവർഗക്കാർക്ക് എങ്ങനെയാണ്? എത്ര രൂപ പട്ടികവർഗക്കാർക്ക്? 555 രൂപയാണ് പട്ടികവർഗക്കാർക്ക് അടയ്ക്കേണ്ടത്. ഓക്കെ. അതുപോലെ തന്നെ പണമടച്ചതിന്റെ രേഖ സഹിതം ഏതിൽ അയച്ചു കൊടുക്കണം? പണമടച്ചതിന്റെ രേഖ സഹിതം കമാൻഡന്റ് RIMC ഇന്ത്യൻ മിലിറ്ററി കോളേജ് ഡെറാഡൂൺ 248003 എന്ന വിലാസത്തിലേക്ക് അയച്ചു കൊടുക്കാം. അതുപോലെ പട്ടിക വിഭാഗക്കാർ ജാതി സർട്ടിഫിക്കറ്റ് കൂടെ വെക്കണം. പട്ടിക വിഭാഗക്കാർ എന്ത് ചെയ്യണം? ജാതി സർട്ടിഫിക്കറ്റ് കൂടെ വെക്കണം. അതുപോലെ പരീക്ഷ സംബന്ധിച്ച അറിയിപ്പ് കേരള പരീക്ഷാ ഭവന്റെ വെബ്സൈറ്റിൽ അറിയിപ്പുകൾ എന്ന ലിങ്കിലുണ്ട്. അപ്പോൾ പരീക്ഷ സംബന്ധിച്ച അറിയിപ്പുകൾക്ക് എവിടെ പോകണം? കേരള പരീക്ഷാ ഭവന്റെ വെബ്സൈറ്റിൽ അറിയിപ്പുകൾ ലിങ്കിലുണ്ട്. അപ്പോൾ ലിങ്ക് ഏതാണ്? ഇതിന്റെ ലിങ്ക് പരീക്ഷാ ഭവന്റെ ലിങ്ക് ചോദിച്ചാൽ parishabhavan.kerala.gov.in ഇതാണ് പരീക്ഷാ ഭവന്റെ ആ ഒരു ലിങ്ക്. അപ്പോൾ പരീക്ഷ സംബന്ധിച്ച അറിയിപ്പുകൾ കേരള പരീക്ഷാ ഭവന്റെ ഈ https://parishabhavan.kerala.gov.in എന്ന ആ ഒരു വെബ്സൈറ്റിൽ കിട്ടും. അതുപോലെ തന്നെ ഡെറാഡൂണിൽ നിന്ന് കിട്ടുന്ന ഫോം പൂരിപ്പിച്ച് എന്ന് വെച്ചാൽ 2 കോപ്പി ഉണ്ട്. 2 കോപ്പി നിർദ്ദിഷ്ട രേഖകൾ സഹിതം സെപ്റ്റംബർ 30 കിട്ടത്തക്ക വിധം സെക്രട്ടറി പരീക്ഷാ ഭവൻ പൂജപ്പുര തിരുവനന്തപുരം. അപ്പോൾ ഈ ഡെറാഡൂണിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫോം ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്? നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് സെപ്റ്റംബർ 30 കിട്ടത്തക്ക വിധം സെക്രട്ടറി പരീക്ഷാ ഭവൻ പൂജപ്പുര തിരുവനന്തപുരം 695012 എന്ന വിലാസത്തിലേക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ. ഡെറാഡൂണിലേക്ക് ഇത് അയക്കരുത്. പരീക്ഷ എങ്ങനെയാ? പരീക്ഷ വൈവേ വഴി പ്രവേശനം ഡിസംബർ 1 തിരുവനന്തപുരത്ത് എങ്ങനെയാ? എഴുത്ത് പരീക്ഷ നടത്തും. ആദ്യം എഴുത്ത് പരീക്ഷയാണ്. ഡിസംബർ 1 തിരുവനന്തപുരത്ത് എഴുത്ത് പരീക്ഷ നടത്തും. യോഗ്യത നേടിയാൽ എന്ത് ചെയ്യാം? വൈവേയിൽ പങ്കെടുക്കാം. അതുപോലെ ബുദ്ധിശക്തി, വ്യക്തിത്വം, ആശയവിനിമയ ശേഷി എന്നിവ വിലയിരുത്തും. ഇതിൽ വിജയിക്കുന്നവർക്ക് പിന്നെയുണ്ട് മിലിറ്ററി ആശുപത്രിയിൽ എന്ത് ചെയ്യണം? വിശദമായ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാകണം. ഓക്കെ. അപ്പം ഇത്രയുമാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഓക്കെ. താങ്ക്